തായ്വാനെതിരെ ചൈന നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ രംഗത്തിറങ്ങി അമേരിക്ക. തായ്വാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്ന് ചൈനയെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ നിയമനിർമ്മാണത്തിന് അമേരിക്കൻ പ്രതിനിധി സഭ പിന്തുണ നൽകി. ചൈനയെ എതിർക്കുന്നതിൽ അപൂർവമായ ഉഭയകക്ഷി ഐക്യം എടുത്തു കാണിക്കുന്ന പ്രൊട്ടക്ട് തായ്വാൻ ആക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചേംബർ വൻ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്തുവെന്ന് ദി തായ്പേയ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. തായ്പേയ് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഫ്രാങ്ക് ലൂക്കാസ് ആണ് ബില്ലിന് നേതൃത്വം നൽകിയത്. 395 അംഗങ്ങൾ അനുകൂലിച്ചും 2 പേർ മാത്രമാണ് എതിർത്തും വോട്ട് ചെയ്തത്. സാധ്യമാകുന്നിടത്തെല്ലാം തായ്വാന്റെ സുരക്ഷ, സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിത രീതി എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ പ്രമുഖ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബീജിംഗിനെ ഒഴിവാക്കാൻ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം US സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. G20, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് എന്നിവ പേരുള്ള സംഘടനകൾ ഉൾപ്പെടുന്നു. ആക്രമണം വ്യാപകമായ സാമ്പത്തിക നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുക എന്നതാണ് ഉദ്ദേശ്യമെന്ന് ലൂക്കാസ് പറഞ്ഞു. റഷ്യ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം സ്വീകരിച്ച ശിക്ഷാ നടപടികളോടുള്ള സമീപനത്തെ അദ്ദേഹം ഉപമിച്ചു. സ്ഥാപിത മാനദണ്ഡങ്ങൾ ലംഘിക്കുമ്പോൾ ആഗോള സമൂഹം നിർണായകമായി പ്രതികരിക്കണമെന്ന് വാദിച്ചു. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ നിലപാടിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വാഷിംഗ്ടൺ മുൻകൂട്ടി കൂടുതൽ വ്യക്തവും ശക്തവുമായ നിലപാട് സ്വീകരിക്കണമെന്ന് ലൂക്കോസ് വാദിച്ചു. തായ്വാനെ ആക്രമിക്കാൻ ചൈന ശ്രമിച്ചാൽ ഉപരോധങ്ങളും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിലെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ശ്രമങ്ങളും ശിക്ഷകളിൽ ഉൾപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന് തായ്പേയ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തായ്വാൻ റിലേഷൻസ് ആക്ടിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി സഹ റിപ്പബ്ലിക്കൻ ഫ്രഞ്ച് ഹിൽ ദ്വീപിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർബന്ധിക്കുന്നതിനായി ബലപ്രയോഗം നടത്തുന്നത് തടയുന്നുവെന്ന് പറഞ്ഞു. ഏതൊരു അധിനിവേശ ശ്രമത്തിനും ചൈന കനത്ത നയതന്ത്രപരവും സാമ്പത്തികവുമായ വില നൽകുമെന്ന് ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. അയൽക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാരുകൾ അന്താരാഷ്ട്ര സംവിധാനങ്ങളിൽ നിന്നും ലാഭം നേടുന്നത് തുടരരുതെന്ന് എഴുതി ഡെമോക്രാറ്റ് ഗ്രെഗ് സ്റ്റാൻഡൺ ആ വീക്ഷണത്തെ പ്രതിധ്വനിപ്പിച്ചു. നിയമമാകുന്നതിന് മുൻപ് ഈ നിർദ്ദേശം ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിൽ പാസാക്കേണ്ടതുണ്ട്. കൂടാതെ US പ്രസിഡന്റിന്റെ അംഗീകാരവും ആവശ്യമാണ്. തായ്പേയ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.